ഒരു കാര്യം ചെയ്യാ, 5 ഗ്രാം ഗ്രാമ്പൂ, 2 ഗ്രാം മാമ്പൂ, അതിനോടൊപ്പം കുറച്ച് ഷാമ്പൂ, പിന്നെ ഒരു 2 ഗ്രാം ഇളം പട്ട, അതിന്റെ കൂടെ കുറച്ച് കരികപ്പട്ട. കൊടുത്തു ഗുരുജി. അതും കൊടുക്കേണ്ടതല്ലായിരുന്നു. മാനസമൈനേ വരൂ, മധുരം നുള്ളിത്തരൂ. എന്റെ ചങ്ങാതി, ഞാൻ പറയുന്നത് നീ പതുക്കെ പതുക്കെ മനസ്സിലാക്കി വരൂ. ആവശ്യം അടുത്തത് നോക്കൂ. ആദ്യം വൈദ്യരോട് ചോദിക്കേ കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം. കാണുമ്പോൾ പറയുമ്പോൾ കനലനുരാഗം. ഞാൻ വൈദ്യൻ, എന്നോട് മരുന്നിനെ കുറിച്ച് പറയേണ്ട വേഗം. അഭിഷും തൂവാല പിടിക്ക് സോർദാറെ, തൂവാല പിടിക്ക്. സംശയമുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ ഇന്ന്? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു തുമ്മ, അങ്ങോട്ട് തിരിഞ്ഞു തുമ്മ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറയാൻ വന്നത് നീ നന്നായി സൂക്ഷിക്കണമെന്നാ. കൊച്ചളിയാ, ഒരു 2-3 ബോട്ടുകൾ ഓർഡർ ചെയ്തോ? എന്തിനാ? കാരണം സോർദാറിന്റെ മൂക്കലിപ്പിന്റെ പോക്ക് കണ്ടിട്ട് വീട്ടില് വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്നാ തോന്നുന്നേ. എവിടെ പോയി? കുറച്ചുകൂടെ ആഞ്ഞു തുമ്മിയിരുന്നെങ്കി ഇപ്പൊ തെറിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് പോയനെ. അതെ, ഇവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ദിവസം കട്ട പുകയായിരിക്കും. ഞാൻ ഇന്നലെ തന്നെ എന്റെ വണ്ടിയിൽ 100 രൂപയുടെ പെട്രോൾ അടിച്ചിരുന്നു. സോർദാറിന് തുമ്മലാണെന്ന് എനിക്ക് കേട്ടപ്പോ തന്നെ തോന്നിയിരുന്നു. അടികൈ. പായസം നന്നായിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ കൊണ്ടു തരാമോ? കന്ന സാറേ, സാർ പറഞ്ഞത് ശരിയാ. സോർദാറിന് ശരിക്കും തുമ്മൽ പിടിച്ചു. മേഡം ആണെങ്കിൽ വീട്ടിലും ഇല്ല. ഇപ്പൊ എന്താ ചെയ്യാ? സത്യമാണെങ്കിൽ നമുക്ക് കോടതിയിൽ കേസ് കൊടുക്കാം. സോർദാറിന് ഈ തുമ്മലിന് നമുക്ക് നല്ലൊരു മരുന്ന് കൊടുക്കാം. മരുന്നൊക്കെ കൊടുത്തതാ. തലവേദന, വയറുവേദന, പുറം വേദന, മുഖത്തുള്ള അലർജിയുടെ മരുന്ന് തൊട്ട് ഗ്യാസിനുള്ള മരുന്ന് വരെ കൊടുത്തു നോക്കി. പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല. ഇനി വയറിളക്കാനുള്ള മരുന്ന് മാത്രമേ ബാക്കിയുള്ളൂ. ചിലപ്പോ അതുകൊണ്ട് ഭേദപ്പെട്ടാലോ? ഭൂമി കറങ്ങുന്നതിനെ കുറിച്ച് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. തുമ്മലിന് ഞാൻ ആയുർവേദ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അടികൈ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചുകൂടണേ. എങ്കിൽ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറ. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം, കൂടെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് പാലിലിട്ട് ചൂടാക്കി കൊണ്ടുവരണം. ആഹാ, കൊള്ളാം. കൂട്ടുകാരെ, അത് ഉണ്ടാക്കി തന്നതിന് നന്ദി. ഇനി നമുക്ക് അടുത്ത മരുന്ന് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഒരു കാര്യം ചെയ്യ്, പച്ചമുളക് ചൂടാക്കി പാവക്കയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കണം. 2 ഗ്ലാസ് മത്തങ്ങ നീര്, 3 ഗ്ലാസ് വെണ്ടയ്ക്ക നീര്, 200 ഗ്രാം ചുവന്ന മുളക്, പിന്നെ ബബൂളിന്റെ കുറച്ച് ഇലകളും, പിന്നെ ആവശ്യത്തിന് റോസാപ്പൂവിന്റെ മുള്ളുകളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവാ. വേഗം കുടിക്ക്. ആയുർവേദ മരുന്നാണ്, പെട്ടെന്ന് മാറും. താങ്കൾ പറഞ്ഞത് തുമ്മൽ മാറുമെന്നല്ലേ? നമുക്കല്ല, സോർദാറിനാണ് തുമ്മൽ പിടിച്ചത്. നമ്മൾ ഉണ്ടാക്കിയ മരുന്നാണ് നമ്മളെ ചതിച്ചത്. അതോർത്ത് വിഷമിക്കണ്ടെന്നേ, നമുക്ക് വേറെ വഴി നോക്കാം. വേണ്ട, നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് തന്നെ നന്ദി. എന്നെ വെറുതെ വിട്ടേക്ക്. ചേച്ചിമാരെ, ചേട്ടന്മാരെ, പെങ്ങന്മാരെ, ഏത് രീതിയിലുള്ള അസുഖങ്ങളാണെങ്കിൽ പോലും ആയുർവേദ ചികിത്സ കൊണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റാവുന്നതാണ്. ആയുർവേദ വൈദ്യൻ ഹക്കീം ചാന്ദജി നിങ്ങളുടെ ഈ സ്വന്തം നാട്ടിൽ. അത് കൊള്ളാലോ, തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെയായി. പക്ഷെ നമുക്കിപ്പോ വള്ളിയുടെ ആവശ്യമല്ല ഉള്ളത്, നമുക്ക് ആവശ്യം മരുന്നാ. സോർദാറിന് നല്ല തുമ്മലല്ലേ? എടാ കഴുതേ, ഇത്
ഇത് അറിയിപ്പാണ്, അറിയിപ്പ്. നീ ചെല്ലേ, പോയ വൈദ്യനെ കൊണ്ട് വിളിച്ചോണ്ട് വാ. എന്താ നീ ഇങ്ങനെ നിക്കുന്നേ? ശരിക്കും പോകാൻ പറഞ്ഞതാണോ? ഞാൻ വിചാരിച്ചു ഇതും അറിയിപ്പാണെന്ന്. എന്നാ പിന്നെ ഞാൻ പോയി അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരാം. ആ? ഓ, വന്നാലും വൈദ്യരെ, വന്നാലും. ഞാൻ അസിസ്റ്റന്റ് ആണേ. ആ? വൈദ്യരെ, ഇദ്ദേഹമാണ്. കണ്ടറിയും കേട്ടറിയും പിന്നെ ഞാൻ കൊണ്ടറിയും. ഓ, വന്നിരിക്കുന്ന ഞാൻ ലക്ഷണം നോക്കി രോഗം എന്താണെന്ന് പറയും. അടിച്ചും കോഴിയെടുത്ത മുട്ടയുടെ നിറം വെളുപ്പാണ്. എന്റെ പേര് ആചാര്യ വേദചന്ദ്ര എന്നാണ്. അഭിഷും ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബ്രാഞ്ചുമില്ല മക്കളെ. എല്ലാവർക്കും ആ വിസിറ്റിംഗ് കാർഡ് കൊടുക്ക്. വരൂ, ഇനി ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ലോട്ടറിങ് കൊണ്ടുവരിക. മോനെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാട്ടർ ടാങ്ക് ആണ്. നമ്മുടെ ലോട്ടറിങ് എടുത്തേ. നോക്കിന്റെ ഹെയർ സ്റ്റൈൽ കാണാൻ നല്ല ഭംഗിയില്ലേ? ഒന്ന് ബോഡി വെറുതെ. എന്റെയാ നല്ലത്. അത് എന്റെയാ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വൈദ്യൻ എങ്ങോട്ട് പോയി? കുട്ടികളെ, ഞാൻ ദാ ഇവിടെ ഉണ്ട്. എവിടെയാണ്? കണ്ടു പിന്നെ കണ്ടില്ല എന്ന് പറയുന്ന പോലെ നീ ഒന്ന് ഇങ്ങോട്ട് നോക്ക. ഞാൻ ദാ മുകളിലുണ്ട്. വൈദ്യരെ, അങ്ങ് എവിടെയാണ്? മോനെ, ഞാൻ ദാ എവിടെയുണ്ട്. എവിടെ? ഇപ്പൊ എന്നെ കണ്ടോ? അഭിഷും വൈദ്യരെ, അങ്ങയുടെ കയ്യിൽ ആള് വലുതാവാനുള്ള മരുന്ന് വല്ലതുണ്ടോ? ഉണ്ടല്ലോ മോനെ, അഭിഷും. എന്നാ സ്വയം അങ്ങ് കഴിച്ചൂടെ? കണ്ണിൽ കാണുന്നതേ ഇല്ല. വൈദ്യന്റെ അമ്മ പണ്ട് വൈദ്യന് പാല് തന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലായിരുന്നെങ്കിൽ വലിപ്പം വെച്ചേനെ. അദ്ദേഹം ഒരു പാറ്റയാടാ. അദ്ദേഹം വലുതായാലും ചെറുതായേ കാണുകയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ. 5 കൈമൺ കളിമണ്ണ് എടുത്ത് 200 നായ്ക്കറിനവും പിന്നെ 3 ടീസ്പൂൺ ഗുൽഗുലാതിലേക്കും ഗുലുഗുലാതിലേക്കും അതിൽ ചേർക്കണം. കൊടുത്തു കഴിഞ്ഞു ഗുരുജി. കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇത് ഞാൻ വെറുതെ ടൈം പാസിന് വേണ്ടി മാത്രം പറഞ്ഞതായിരുന്നു. താരാപദം അതോ ഛേദോഖരം പുതിയ തരം മരുന്നുണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ. അഡിഷും ഒരു കാര്യം ചെയ്യാം. 5 ഗ്രാം ഗ്രാമ്പൂ, 2 ഗ്രാം മാമ്പൂ, അതിനോടൊപ്പം കുറച്ച് ഷാമ്പൂ, പിന്നെ ഒരു 2 ഗ്രാം ഇളം പട്ട്, അതിന്റെ കൂടെ കുറച്ച് കരികപ്പട്ട. കൊടുത്തു ഗുരുജി. അതും കൊടുക്കേണ്ടതല്ലായിരുന്നു. മാനസമൈനേ വരൂ, മധുരം നുള്ളിത്തരൂ. എന്റെ ചങ്ങാതി, ഞാൻ പറയുന്നത് കതി പതുക്കെ പതുക്കെ മനസ്സിലാക്കി വരൂ. ആവശ്യം അടുത്തത് നോക്കൂ. ആദ്യം വൈദ്യരോട് ചോദിക്കേ, കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം. കാണുമ്പോൾ പറയുമ്പോൾ കനലാനുരാഗം. ഞാൻ വൈദ്യൻ, എന്നോട് മരുന്നിനെ കുറിച്ച് പറയേണ്ട വേഗം. അഭിഷും, പക്ഷെ താങ്കൾ ഇപ്പൊ അവനെ എന്തോ കുടിപ്പിച്ചില്ലേ? അതിന്റെ ഫലം എന്തായിരിക്കും? അത് ചൊറിച്ചിലിന്റെ മരുന്നായിരുന്നു. പക്ഷെ അവന് ചൊറിച്ചിലില്ലല്ലോ. എല്ലാം ശരിയായി. കണ്ടില്ലേ, എന്റെ മരുന്ന് ഒരിക്കലും പാഴായി പോകില്ല. ആറ്റുവേൽ പായൽ അന്തിവേൽ ചാഞ്ഞനാൾ. ഇതെന്റെ മുതുമുത്തച്ഛന്മാർ കണ്ടുപിടിച്ച മരുന്ന് നിങ്ങൾക്ക് ഞാൻ തന്ന നാൾ. പക്ഷെ അവന്റെ ചൊറിച്ചിൽ ഇനിയും മാറ്റണ്ടേ? പക്ഷെ നീ പറഞ്ഞത് അവന് തുമ്മലാണെന്നല്ലേ? പക്ഷെ ഇപ്പൊ നിങ്ങൾ അവന് ചൊറിച്ചിലും കൂടെ ഉണ്ടാക്കിയില്ലേ? സംശയമുണ്ടോ? കൺഫ്യൂഷൻ ആക്കല്ലേ. ആദ്യം ഇത് പറ, ഞാൻ അവന് ചൊറിച്ചിൽ മാറ്റണോ അതോ തുമ്മൽ മാറ്റണോ? അത് വൈദ്യരുടെ ഇഷ്ടം. എന്നാൽ ഞാൻ പോകുന്നു. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ അതാണ്. അഭിഷും, വൈദ്യരെ, അങ്ങയുടെ പാരമ്പര്യ ഗ്രന്ഥം ഒന്ന് പുറത്തെടുക്കുവന്നേ. അതിലുണ്ടാവും ചികിത്സ. നീ എനിക്കിനാവോ പൂവോ നിലാവോ? ഇതിന്റെ കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നീ നേരത്തെ പറഞ്ഞുവോ? അഭിഷും,
അഭിഷും കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം? ഇനി ഈ മരുന്ന് അവന് കൊടുക്കണം വേഗം അഭിഷും. ആദ്യം കുറച്ച് വൈദ്യം കുടിച്ചാട്ടെ. ഇത് ഇവന്റെയാണോ അതോ അവന്റെയാണോ? ഞങ്ങളുടെ പാരമ്പര്യ മരുന്നാണ്. കുടിക്കൂ ഒറ്റ വലിക്ക്. എനിക്ക് തോന്നുന്നത് എന്റെ തുമ്മൽ മാറിയെന്നാണ്. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. യാത്ര തുടങ്ങുന്നു. ശുഭയാത്ര നേർന്നു തരൂ. രാത്രി ശുഭരാത്രി. നിങ്ങൾക്ക് എന്നും ശിവരാത്രി. ഇനി ദൂരെ കിഴക്കുതിക്കും. ബാക്കി കൂടി പറയുന്നേ. ഞാനാകെ ഒരു പാട്ട് പാടുന്ന മൂഡിലായി പോയി. അടിയും ഓ ഹോ ഹോ കുടുക്കിട്ട കോഴി കുളക്കോഴി. ഞങ്ങൾ ഇതാ പോകുന്നു ഞങ്ങളുടെ വഴി. വേഗമെടുക്ക് വണ്ടി. വൈദ്യൻ ഏതായാലും അവസാനം സോർദാറിന്റെ തുമ്മൽ മാറ്റിയെടുത്തു. സംശയമുണ്ടോ?